ഇന്നെനിക്ക് മത്തിയാണ് കിട്ടിയേക്കുന്നത്. നല്ല പച്ചമത്തി. മത്തി നല്ലതാണോ നോക്കുന്നത് നമ്മളുടെ മത്തിയുടെ വിത്ത് ചെകിളയെന്ന് പറയുന്നത്. ചെകിള വെച്ചിട്ടാണ് നോക്കുന്നത്. നല്ല റെഡ് കളറാണെന്നുണ്ടെങ്കിൽ നല്ല മത്തിയാണെന്നാണ് പറയുന്നത്. ഇതുണ്ടോ, കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളപ്പാവയ്ക്ക കിട്ടിയേ. ഇവിടെ വെള്ളപ്പാവയ്ക്ക അങ്ങനെ കിട്ടാറില്ല, കുറവാണ് കിട്ടുന്നത്. എങ്കിലും ഇപ്പം കിട്ടുന്നുണ്ട്. അത് ഞാൻ കൊണ്ടുവന്ന് വെള്ളത്തിനകത്തിലിട്ടേക്കുക. അതിൽ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് വെക്കണം. അതിനായിട്ട് വെച്ചിരിക്കുക. പാല് മേടിച്ചു. അങ്ങനെ മാർക്കറ്റിൽ പോയപ്പം കുറച്ച് മീൻ കൂടെ മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ ഫ്രീസറിലേക്ക് വെച്ചു. അപ്പം ഇതിനെ നമുക്കങ്ങ് വെട്ടിയെടുക്കാം. 200 രൂപയുടെ മത്തിയാണ്. 1 കിലോ കൂടുതലുണ്ടാവും ഇല്ലേ? ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ കിലോ കണക്കല്ല, അങ്ങനെ 100 രൂപ 200 രൂപയ്ക്കാണ് മത്തി കിട്ടുന്നത്. ഒരുവിധം നല്ല മത്തിയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. നല്ല മത്തിയല്ലേ, നല്ല വലിയ മത്തി. നോയമ്പ് നോക്കിയായിരുന്നു ഫുൾ ഡേയ്സ്. 50 ദിവസം നോയമ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ആദ്യമായിട്ട് മീൻ മേടിച്ചത് കേട്ടോ. ഭയങ്കര ചൂടാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഇച്ചിരി നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കാമെന്ന്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിനകത്തിലൊന്നും ഇരിക്കാൻ പറ്റില്ല, അത്ര ചൂടാണ്, ഭയങ്കര ചൂടാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കാമെന്ന്. ഇച്ചിരി ഉപ്പും പഞ്ചസാരയൊക്കെ നല്ലതായിട്ട് ഇട്ടിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തണുത്ത വെള്ളമുണ്ട് ഫ്രിഡ്ജിനകത്തിൽ. അപ്പോൾ അതും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് പുതിനയില മേടിച്ചായിരുന്നു. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇത് പോകാനായിട്ട്. അത് ഞാനൊന്ന് നന്നായിട്ട് കയ്യിലെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതൊന്ന് ശകലം ഒന്ന് ഞെരടി ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ തണുപ്പിച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുവാണ്. ആദ്യം വിചാരിച്ചു നമ്മുടെ ജ്യൂസറിനകത്തിട്ട് അടിക്കാമെന്ന്. പക്ഷേ ജ്യൂസറിനകത്തിട്ട് അടിക്കുന്ന ഉടനെ ഈ നാരങ്ങാവെള്ളത്തിനൊരു കയ്പ്പാണ്. മീൻസ് തൊലിയോടെ ഇടുവാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇങ്ങനെ അപ്പം ഞാനത് കുടിച്ചിട്ട് ടേസ്റ്റ് നോക്കട്ടെ, കൊള്ളാമോ നോക്കണ്ടേ. നല്ല സൂപ്പർ നാരങ്ങ വെള്ളം കേട്ടോ. പണ്ടുള്ള ആൾക്കാർ പറയും മീൻ വെട്ടിയ വെള്ളത്തിൽ മുഖം കഴുകണമെന്ന്. എൻ്റെ വലിയമ്മച്ചി ഉണ്ടായിരുന്നു എന്നോട്. ഞാനപ്പം കുഞ്ഞിലേ മുതലേ ഈ മീൻ വെട്ടുമായിരുന്നു. അപ്പം എന്നോട് എൻ്റെ അമ്മച്ചി പറയുമായിരുന്നു, നമ്മൾ ഈ മീൻ വെട്ടിക്കഴിഞ്ഞാൽ നല്ലപോലെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ കൊള്ളില്ല, ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കഴുകുന്നത്. അപ്പോൾ ഇതെല്ലാം കഴുകി കഴിഞ്ഞിട്ട് ആൾ പറയും, ഈ പണ്ടുള്ള ആൾക്കാർ പറയുന്നത് മീൻ കഴുകിയ വെള്ളത്തിൽ മുഖം കഴുകണമെന്ന്. അപ്പം മുഖം കഴുകണമെന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറയുന്നതാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഒരു ദിവസം മീനൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി കഴിഞ്ഞിട്ട് മീൻ കഴുകിയ വെള്ളം എടുത്ത് മുഖം കഴുകി. ഞാൻ കുഞ്ഞിലേ മുതലേ മീൻ വെട്ടി പഠിച്ച കാരണം മീനൊക്കെ എളുപ്പം ഞാൻ വെട്ടും. അപ്പം നമ്മളുടെ മീൻ വെട്ടിക്കഴിഞ്ഞ് അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് കല്ലിപ്പിട്ട് കൊടുക്കുവാണ്. നാരങ്ങ പിഴിഞ്ഞ് നാരങ്ങാത്തോട് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളുടെ മീനിൻ്റെ ഒരു പുളിമ്പ് മണമുള്ളത് അങ്ങ് പോകുമേ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ തേച്ച് പിടിച്ച് കഴുകാനായിട്ട് പോകുന്നത്. വെട്ടി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിയും കറി വയ്ക്കാനായിട്ട് പോവാണ്. അപ്പം ഞാൻ മീൻകറി വയ്ക്കുവാണ്. മീൻകറി വയ്ക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയിൽ മീൻകറിയും മീൻ വറക്കുകയൊക്കെ ചെയ്യുന്നതന്നെ കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, മറ്റുള്ള എണ്ണയിൽ കിട്ടത്തില്ല. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുവാണ്. ഈ ചട്ടിയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് എത്ര പാടാണെന്നറിയോ. പാക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ അത് പൊട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കി വേണം ഇത് എടുത്തുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ നമ്മളുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുവാണ്. വെളുത്തുള്ളിയും ചെറിയുള്ളി അരിഞ്ഞതും കൂടിയാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച കറിവേപ്പില ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഉണങ്ങിയതാ, എങ്കിലും അതിടാം. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊപ്പം തന്നെ ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങളിടുമോ കുരുമുളക് പൊടി? അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടാം, ഒത്തിരി വേണ്ട. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം.
ഇത് കഴിഞ്ഞ് നമുക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള, ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചാൽ അത് നന്നായിട്ടൊന്ന് അതിൻ്റെ എണ്ണ ഇറങ്ങുന്ന വരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ മീൻകറിയൊക്കെ വെച്ചിട്ട് അത് കാരണം മറക്കുന്ന അതിനകത്തിൽ എന്തൊക്കെ ഇടുന്നതെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി ഇടുവാണേ. ഇഞ്ചി ഇടാൻ മറന്നു. അപ്പോൾ ആ ഇഞ്ചിയൊക്കെ ഇപ്പോൾ അരിഞ്ഞിട്ട് കൊടുത്തതാണേ, മറന്നു പോയി ഇടാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ ആ ചാറ് കുറുകിയിട്ടുണ്ട്. അപ്പോൾ അത് കുറുകി കഴിയുന്നുടനെ അതേ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോഴേക്കും അതിനകത്ത് ഇടാനുള്ള പുളി നമുക്ക് എടുക്കാം. അപ്പോൾ നോക്കിയാൽ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ മീൻകറിക്കകത്തിൽ തേങ്ങ അരച്ച് മോസ്റ്റ്ലി വെക്കാറില്ല കേട്ടോ. നിങ്ങളൊക്കെ തേങ്ങ അരച്ചിട്ടാണോ വയ്ക്കുക? അപ്പോൾ അത് തിളക്കട്ടെ ഇരുന്നിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. കഷ്ണങ്ങളിട്ട് കൊടുക്കുക. കഷ്ണങ്ങളിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേ നമ്മളതിന് അടപ്പ് വെച്ച് അടയ്ക്കാവും. അപ്പോൾ നമ്മളുടെ മീൻ അപ്പോൾ അത് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനപ്പോൾ അതിലേക്ക് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ മീൻ കറി നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഞാനെല്ലാം ഓഫ് ചെയ്തു. ഇനിയിപ്പം കുറച്ച് ചോറ് വയ്ക്കണം, ഇച്ചിരി പരിപ്പ് കറി ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ചോറുണ്ടാവുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളുടെ മീൻ കറി വെന്ത് കഴിഞ്ഞു. ഞാൻ ചോറ് വെച്ചു. ചെറുപയർ പരിപ്പ് കറിയാണേ, തേങ്ങയൊന്നും അരച്ചതല്ല, അങ്ങനെ പരിപ്പ് കറി വെച്ചതാണ്. അപ്പോൾ ഞാൻ ചോറ് കഴിക്കട്ടെ. നിങ്ങളെല്ലാവരും കഴിച്ച് കാണും. ഇപ്പോൾ സമയം 2:30 മണിയായി കേട്ടോ.